പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേളയിൽ രുദ്രാക്ഷമാല വിൽക്കുന്നതിനിടെയാണ് മൊണാലിസ ബോൺസ്ലി വൈറലാകുന്നത്. സംവിധായകൻ സനോജ് മിശ്രയാണ് മൊണാലിസയ്ക്ക് ബോളിവുഡിലേക്കുള്ള വാതിൽ തുറന്നു നൽകുന്നത്. സനോജ് മിശ്ര തന്റെ അടുത്ത ചിത്രമായ ദി ഡയറി ഓഫ് മണിപ്പൂരിൽ ഒരു വേഷം വാഗ്ദാനം ചെയ്തു. മൊണാലിസയും കുടുംബവും ഈ സിനിമയിൽ പ്രവർത്തിക്കാൻ സമ്മതം അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഏപ്രിൽ മുതൽ ജൂൺ വരെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിൽ നടക്കുമെന്നാണ് റിപ്പോർട്ട്. ഒക്ടോബറിലോ നവംബറിലോ ചിത്രം പുറത്തിറങ്ങും. എന്നിരുന്നാലും ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് മൊണാലിസ മുംബൈയിൽ 3 മാസത്തെ അഭിനയ പരിശീലനം നേടും. നിലവിൽ മൊണാലിസയും പിതാവും മഹാകുംഭമേളയിൽ നിന്ന് ആളുകളെ ഒഴിവാക്കാൻ മധ്യപ്രദേശിലെ മഹേഷിലുള്ള അവരുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചിത്രത്തിന്റെ സംവിധായകൻ സനോജ് മിശ്രയും സംഘവും മൊണാലിസയും കുടുംബത്തെയും കാണാൻ 2 ദിവസത്തിനു ശേഷം മഹേഷിലേക്ക് പോകും. സിനിമയുടെ കരാർ ഒപ്പിടൽ ഇവിടെ വെച്ച് നടക്കും. മൊണാലിസയുടെ അഭിമുഖം കണ്ടതിനു ശേഷം സംവിധായകൻ സനോജ് മിശ്ര അവരെ തേടി പ്രയാഗ്രാജിലെത്തിയിരുന്നു. ഇവിടെ വെച്ച് അദ്ദേഹം മൊണാലിസയുടെ കുടുംബാംഗങ്ങളെ കണ്ടു. ഈ സിനിമയിൽ പ്രവർത്തിച്ചാൽ മൊണാലിസയുടെ കുടുംബത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ അവസാനിക്കുമെന്നും അവരുടെ അവസ്ഥ മെച്ചപ്പെടുമെന്നും അദ്ദേഹം പറയുന്നു. ദി ഡയറി ഓഫ് വെസ്റ്റ് ബംഗാൾ, രാംകി ജന്മഭൂമി തുടങ്ങിയ ചിത്രങ്ങളിലൂടെയാണ് സനോജ് മിശ്ര അറിയപ്പെടുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.